സ്വരാജ് റൗണ്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആവേശക്കടലായി മാറിയിരിക്കുകയായിരുന്നു തൃശ്ശൂർ ജനങ്ങൾ. റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച. ബി.ജെ.പി. പ്രവർത്തകരുടെ വലിയ നിര തന്നെ നഗരത്തിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷയാണ് അദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബി.ജെ.പിയുടെ കിക്ക് ഓഫായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം എന്നതിൽ തർക്കമില്ല. ഇത്രയും വലിയ ജനപങ്കാളിത്തം ഉറപ്പിക്കാനായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആത്മവിശ്വാസമല്ല നൽകുക എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഉറ്റുനോക്കുന്നത് ലോക്സഭാ പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായിരിക്കും പറയുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ബി.ജെ.പി. മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വെന്നിക്കൊടി പാറിക്കാൻ തയ്യാറെടുത്തപ്പോൾ ആദ്യം ഉപയോഗിച്ച അജണ്ട എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ സ്റ്റാർ ക്യാമ്പയിനറായി ഇറക്കുക എന്നുള്ളതാണ്. അതേ നയം തന്നെയാണോ ബി.ജെ.പി. കേരളത്തിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. രാഷ്ട്രീയമില്ല പ്രധാനമന്ത്രിയുടെ വരവിൽ എന്ന് പറയുമ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് 2024 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ആ രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുമ്പോൾ സമ്മേളന വേദിയിൽ സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനുമാണ് പ്രധാനമായും റോഡ് ഷോയിൽ നരേന്ദ്രമോദിക്കൊപ്പമുള്ളത്. വേദിയിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങിയ റോഡ് ഷോ ഇതാ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. പ്രധാനമന്ത്രിയുടെ മൂന്നാം വരവാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. 2024 എന്ന തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മറ്റ് രാഷ്ട്രീയ മുന്നണികൾ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ബി.ജെ.പി. കേരളത്തിൽ കിക്ക് ഓഫ് കുറിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം കൂടിയായിരിക്കും സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കാരണം വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ വനിതാ സംവരണ ബില്ലിന് ശേഷമുള്ള അനുമോദന സമ്മേളനമായി തന്നെയാണ് ഈ മഹിളാ സമ്മേളന വേദിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടുകൾ വളരെ പ്രധാനമായിട്ട് ബി.ജെ.പി. ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ത്യ ഒട്ടാകെ തന്നെ 2024 തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ഏത് രീതിയിൽ വോട്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ബി.ജെ.പിയുടെ ഉന്നതതല യോഗങ്ങളിൽ നടക്കുന്ന സമയം കൂടിയാണ്. ആ രീതിയിൽ വനിതാ സംവരണ ബില്ലിനു ശേഷം പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ സ്ത്രീകൾക്കായുള്ള എന്തെങ്കിലും പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സംവരണ ബില്ല് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഉൾക്കൊള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറയാത്ത മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം ഉപരി ബി.ജെ.പിയുടെ പലതവണ പറഞ്ഞതുപോലെ തന്നെ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രസ്താവനയിലേക്ക് പ്രധാനമന്ത്രി കടക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, മഹിളാ സമ്മേളന വേദിയിൽ
സംസാരിച്ചു തുടങ്ങിയ ശോഭാ സുരേന്ദ്രനടക്കം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ സ്ത്രീകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി അല്പസമയത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതികരണമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുക എന്ന് ഉറ്റുനോക്കുന്നു. CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടുള്ള ഒരു റോഡ് ഷോയിലേക്ക് കടക്കുക. ആ രീതിയിലുള്ള സസ്പെൻസ് എലിമെന്റുകൾ അദ്ദേഹം പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും റോഡ് ഷോ നടത്തുമ്പോൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ആ രീതിയിലുള്ള ഏതെങ്കിലും തലത്തിലേക്ക് റോഡ് ഷോ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എവിടെ എത്തിയിരിക്കുന്നു റോഡ് ഷോ? എത്ര സമയത്തിനുള്ളിൽ സമ്മേളന വേദിയിൽ എത്തും? അപർണ, തൃശ്ശൂരിന്റെ കാത്തുനിന്ന പതിനായിരങ്ങളെ ആവേശത്തിലാക്കി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇതായിപ്പോൾ സ്വരാജ് റൗണ്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടുവിലാൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത അല്പസമയത്തിനകം ഏതാനും ദിവസങ്ങൾക്കകം പരിപാടി നടക്കുന്ന മഹിളാ സമ്മേളനം നടക്കുന്ന നായ്ക്കനാൽ പരിസരത്തേക്ക് അദ്ദേഹത്തിന്റെ റോഡ് ഷോ എത്തും. കാത്തിരുന്ന ആ നിമിഷം ഇവിടെ BJP പ്രവർത്തകർ മണിക്കൂറുകളായി കാത്തിരുന്ന ആ ഒരു നിമിഷം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദിക്കൊപ്പം K. സുരേന്ദ്രനും സുരേഷ് ഗോപിയും തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച, വഴിയരികിൽ കാത്തുനിന്ന പതിനായിരങ്ങൾ ആവേശത്തോടെ ആർത്തു വിളിച്ച് സ്വീകരിച്ച നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ച കാഴ്ച, സത്യത്തിൽ ഈ ഒരു പ്രവർത്തകരുടെ ആവേശം തന്നെയാണ് BJP നേതൃത്വത്തെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നത്. വലിയ ആവേശം, വലിയ തിരക്ക്, ദൂരത്തിന് സമാനമായ സാഹചര്യം. ഊഴിയിട്ടാൽ വീഴാത്ത വിധം തൃശ്ശൂരിലെ ആ സ്വരാജ് റൗണ്ടിന് ഇരുവശവും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ മഹിളാ സമ്മേളന വേദി 2 ലക്ഷത്തിലധികം വനിതകൾ നരേന്ദ്രമോദിയെ കാണാനും കേൾക്കാനും കാത്തിരിക്കുന്നു. വലിയ കാഴ്ച, വലിയ നിമിഷമാണ് BJP പ്രവർത്തകരെ സംബന്ധിച്ചും BJP നരേന്ദ്രമോദിയുടെ ആരാധകരെ സംബന്ധിച്ചും ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. അദ്ദേഹം ഇതാ വേദിയിലേക്ക്, മഹിളാ സമ്മേളന വേദിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹം വേദിയിലെത്തി ആദ്യം സദസ്സിലുള്ള പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വേദിയിലെത്തി അഭിസംബോധന ചെയ്യുക. എന്നാണെങ്കിലും തൃശ്ശൂരിന്റെ കാത്തിരിപ്പ് നരേന്ദ്രമോദിക്കായിട്ടുള്ള തൃശ്ശൂരിന്റെ കാത്തിരിപ്പ് ഇതാ ഇവിടെ പൂർണ്ണമായിരിക്കും. നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപർണ, തീർച്ചയായിട്ടും അനുമോദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം വരവ് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇതുവരെ എത്തിയ സന്ദർശനത്തിനേക്കാളും എല്ലാം പൊലിമ കൂട്ടുന്ന രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ അഭിമാനാർഹമായ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷത്തിൽ അദ്ദേഹം ഒരു പക്ഷേ അതിന് തന്നെ ഒരു കിക്ക് ഓഫിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് തുടക്കം കുറിച്ചുള്ള ഒരു പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമോ എന്നതുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിമിഷം കൂടിയാണല്ലോ ഇത്. ഏത് രീതിയിലുള്ള പങ്കാളിത്തമാണ്, വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ BJPക്ക് ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുന്നാഥന്റെ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ? തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അവരുടെ ഏറ്റവും മൂർച്ചയേറിയ വജ്രായുധമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ അംഗത്തിനിറക്കിക്കൊണ്ട് BJP അവരുടെ ആദ്യ ചുവടുവെപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, BJPക്ക് ചവിട്ടി നിൽക്കാൻ ഉറപ്പുള്ള മണ്ണല്ല കേരളത്തിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ ചരിത്രം മാറ്റാനുള്ള പരിശ്രമമാണ് കേരളത്തിൽ BJP നേതൃത്വത്തിന്റെ ഭാഗത്തുമുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ തൃശൂർ കേന്ദ്രീകരിച്ച് BJPയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു. അവരുടെ ഏറ്റവും മികച്ച സ്റ്റാർ കാൻഡിഡേറ്റ് സൂപ്പർ താരം സുരേഷ് ഗോപിയുടെ വ്യക്തിഗത മികവും അദ്ദേഹത്തിന്റെ ആ സ്റ്റാർഡമും ആരാധക വൃന്ദവും അതെല്ലാം തന്നെ ഈ ഒരു പോരാട്ടത്തിൽ BJPക്ക് കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപി തൃശ്ശൂരിലുണ്ട്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയതാകട്ടെ നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹത്തിന്റെ തുറന്ന വാഹനത്തിലാണ്. അതാണ് ഈ സമ്മേളനത്തിന്റെ തന്നെ ഏറ്റവും വലിയ നാടകീയമായിട്ടുള്ള ഒരു നീക്കം. അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു നീക്കം എന്ന് ചോദിച്ചാൽ, സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുമെന്ന്
BJP നേതൃത്വത്തിന് പോലും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാന നിമിഷമാണ് അത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നത്. എന്താണെങ്കിലും തൃശൂർ കാത്തിരുന്ന ആ ഒരു നിമിഷം തൃശൂരിൽ എത്തിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൃശൂരിൽ എത്തിച്ചേർന്ന BJP പ്രവർത്തകരെ ആവേശത്തിലാക്കി നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയും ഈ തുറന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി തൃശൂരിലെ ഈ സമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ സൂചന എന്ന വണ്ണം ഇതാ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പറയാതെ പറഞ്ഞുകൊണ്ട് തന്റെ തുറന്ന വാഹനത്തിൽ ഒരുമിച്ച് നിർത്തി നരേന്ദ്രമോദി ഇതാ ഇപ്പോൾ പ്രധാന വേദിയിലേക്ക്, മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. റൈറ്റ് അനുമോദ്, അതോടൊപ്പം തന്നെ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് അതൊരു BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും സ്ത്രീ വോട്ടുകൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. വനിതാ സംവരണ ബില്ലിന് ശേഷം പ്രധാനമന്ത്രി എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അനുമോദന സമ്മേളനമാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ട്. ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള അഭൂതപൂർവമായിട്ടുള്ള ഒരു സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്നത് പോലും അതുപോലും വോട്ട് ബാങ്കിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുള്ളൊരു പ്രതീക്ഷ BJPക്കുണ്ടോ? ആ കാഴ്ച തന്നെയാണോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും വടക്കുംനാഥന്റെ മണ്ണിൽ നിന്ന്? BJPയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന കാഴ്ച. BJPയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടത്തിന്റെ ആദ്യ ചവിട്ടുപടിയിൽ തന്നെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യം, അതാണ് ഇവിടെ കാണുന്നത്. ഇന്ന് രാവിലെ ശോഭാ സുരേന്ദ്രൻ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുൻപ് BJPയുടെ ഒരു പരിപാടിയിലേക്ക് ആളുകളെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ, പക്ഷേ ഇപ്പോൾ ഇത്തവണ ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് തങ്ങൾക്ക് കൂടി അവസരം നൽകാമോ, ഏത് സദസ്സിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം തരാമോ എന്ന് ചോദിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ രാവിലെ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധേയമാവുന്നത്. അതായത് കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ഈ 2 ടേം അത് BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിന്റെ വികസനത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ, രാജ്യത്തെ വീട്ടമ്മമാരുടെ, സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ നിരവധി പദ്ധതികൾ, നിരവധി നയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് BJP അവകാശപ്പെടുന്നു. ഈ പദ്ധതികൾ അത് വീട്ടമ്മമാരിലൂടെ ഓരോ വീടുകളിലേക്കും ആ പദ്ധതിയുടെ സന്ദേശം എത്തുകയും അത് ഒരു കുടുംബത്തിന്റെ വോട്ടായി, ഒരു കുടുംബത്തിന്റെ വോട്ടായി ഇത് മാറുമെന്നും അത് BJPക്ക് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുമെന്നും അവർ കരുതുന്നു. BJP എതിർക്കുന്നവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ വിമർശിക്കാൻ ഉണ്ടെങ്കിലും, ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും BJPയെ സംബന്ധിച്ച് മഹിളകളിലൂടെ, വനിതകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്താമെന്ന ഒരു സ്ട്രാറ്റജിയാണ് BJPയെ സംബന്ധിച്ച് അവർ സ്വീകരിക്കുന്നത്. ആ നടപടി, ആ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറാൻ ഈ മഹിളാ സമ്മേളനം ഒരു പ്രധാനപ്പെട്ട ഉപാധി തന്നെയാണ്. കേരളത്തിലെ 7 ജില്ലകളിൽ നിന്നായി 2 ലക്ഷത്തിലധികം വനിതകളെ അണിനിരത്തി നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു മഹാസമ്മേളനത്തിൽ സംസാരിപ്പിച്ച് BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കുള്ള ആദ്യ ഘട്ടം പിന്നിടുകയാണ്. ഇനി നരേന്ദ്രമോദി ഈ വേദിയിൽ എന്തെല്ലാം പറയും, എന്തെല്ലാം കാര്യങ്ങളാവും അദ്ദേഹം പങ്കുവെക്കുക എന്നുള്ളതാണ് അടുത്ത കാത്തിരിപ്പ്. എന്താണെങ്കിലും തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുന്നു. അദ്ദേഹം BJP മഹിളാ സമ്മേളനം തേക്കിങ്ങാട് മൈതാനത്ത് തുടങ്ങുകയാണ്. അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ അദ്ദേഹം റോഡ് ഷോയിലൂടെ, ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ് തേക്കിങ്ങാട് മൈതാനത്തേക്ക്. അതിൻ്റെ കാഴ്ച വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായി തന്നെ മാറുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഇതാ തുടക്കം കുറിച്ചിരിക്കുന്നു BJP കേരളത്തിൽ എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം തന്നെയാണ്. പറയാതെ പറയുകയാണ് തൃശ്ശൂർ ഏത് രീതിയിലുള്ള ഒരു ചിത്രമായിരിക്കും ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത്. സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്ന ഒന്നുകൂടിയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടത്തുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിൽ തനിക്കൊപ്പം കൊണ്ടുവന്ന് തന്നെ ആ
നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ പറയാതെ പറയുന്നുണ്ട് ആരായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നൽകുന്നു. ഇന്ത്യ ഒട്ടാകെ BJP വെന്നിക്കൊടി പാറിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കണ്ട കാഴ്ച, എല്ലാ പ്രചാരണങ്ങളിലും സ്റ്റാർ ക്യാമ്പയിനറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. വിവിധ ഇടങ്ങളിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റ പ്രചാരകനായി മാറുന്ന കാഴ്ച കണ്ടതാണ് നമ്മൾ കഴിഞ്ഞ രാഷ്ട്രീയ കാലഘട്ടത്തിൽ. ആ രീതിയിലേക്കുള്ള ഒരു പ്രചാരണത്തിന് തന്നെ കേരളത്തിലും BJP തുടക്കം കുറിക്കുന്നു എന്ന് തോന്നുന്ന ദൃശ്യങ്ങൾക്ക് കൂടിയാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുന്നത്. कुछ समय में प्रधानमंत्री नरेंद्र मोदी अब इस दक्षिण काड़ी मैदान के अंदर पहुंचेंगे और यहाँ भी പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം മഹിളാ സമ്മേളന വേദിയിലേക്ക് നടന്നു വരുന്ന കാഴ്ച, ഇരുവശത്തും കൂടി നിൽക്കുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച. കഴിഞ്ഞ തവണ അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയുണ്ടായി. ആ രീതിയിലേക്കുള്ള റോഡ് ഷോയിലേക്കൊക്കെ തൃശ്ശൂർ കടക്കുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കാണാം 2 ലക്ഷത്തിലേറെ സ്ത്രീകൾ മഹിളാ സമ്മേളന വേദിയിൽ പങ്കെടുക്കുമ്പോൾ അതിലും എത്രയോ ഇരട്ടി BJP പ്രവർത്തകരുടെ, പുരുഷ പ്രവർത്തകരുടെ പ്രാതിനിധ്യം അതിന് തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. വേദിയിലേക്ക് പ്രവേശനമില്ല എങ്കിൽ പോലും ആ രീതിയിലുള്ള വലിയ പങ്കാളിത്തം ഉറപ്പാക്കാൻ BJP കഴിഞ്ഞിരിക്കുന്നു. അത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം എന്തുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള മണ്ഡലമായി മാറുന്നത്? സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം, സുരേഷ് ഗോപി എന്ന നേതാവ് കഴിഞ്ഞ സമയങ്ങളിൽ തൃശ്ശൂർ മണ്ഡലവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പലതവണ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് ഇത്തവണ വോട്ടായി മാറുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുതൽ കൂട്ടാക്കാൻ സാധിക്കാതിരുന്ന വിജയം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആ പ്രതീക്ഷ പലപ്പോഴായി അവർ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ട് തുടങ്ങണം വിജയത്തിൻ്റെ പാത. ഒരു അക്കൗണ്ട് തുറക്കുന്നതിലൂടെ ആ ഒരു വലിയ പാതയിലേക്ക് प्रधानमंत्री के सामने हम देख सकते हैं कि फूलों की वर्षा के साथ साथ फूलों का कारपेट भी बिछा जैसा नजर आ रहा है। പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് BJP കടക്കുന്നതെങ്കിൽ വലിയ